ബോഫ് അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി ഫണൽ ഡിസിഷൻ സ്റ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫണൽ വീണ്ടും നമ്മുടെ ഇമാജിനേഷനിലേക്ക് വരിക. 100 പീപ്പിൾസ് വന്നു അവയർനെസ് സ്റ്റേജ്. അതിനകത്തൊരു 50% ആൾക്കാർ നമ്മുടെ മോഫു അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി ഫണലിലേക്ക് വന്നിട്ടുണ്ട്. അതിലൊരു 30% ആൾക്കാർ ബോഫു അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി ഫണലിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഗോൾ എന്തായിരിക്കും? കൺവേർട്ട് ലീഡ്സ് ടു പേയിങ് കസ്റ്റമേഴ്സ്. നമുക്ക് ലീഡ്സ് കിട്ടി. ഈ ലീഡ്സ് നമ്മുടെ പേയിങ് കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ കണ്ടന്റ് ടൈപ്സുകളായിട്ട് നമുക്ക് കൊടുക്കാം? നമുക്ക് ഫ്രീ ഡെമോസ് കൊടുക്കാം. നിങ്ങളൊരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ ഫ്രീ ഡെമോസ് നിങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ മുൻപ് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ആ ഇഷ്യൂ റിലേറ്റ് ചെയ്ത് ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റിന്റെ ഒരു ചെറിയ റിവ്യൂവോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രീ ഡെമോ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ ക്ലാസ്സോ അതിന്റെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. പിന്നെ കൺസൾട്ടേഷൻ കൊടുക്കുക. നിങ്ങൾ